Christ did everything for us, let Christ only do everything further for us. ആ ക്രിസ്തു നമുക്ക് വേണ്ടി സകല കാര്യവും നിവർത്തിച്ചു, കർത്താവ് തന്നെ പിന്നെയും എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുവാൻ വേണ്ടിയാണ് നാം So ആഗ്രഹിക്കുന്നത്. that is why our focus is only on our needs. If God is providing us, we are happy. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മുടേതായ ആവശ്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ പ്രവർത്തിക്കട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. But what is Christian life and what is spiritual living? പക്ഷെ എന്താണ് ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം എന്ന് പറയുന്നത്? What makes Christian life more enticing and more equipping? എന്താണ് ആ ക്രിസ്തീയ ജീവിതത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത്, നമ്മളെ പിന്നെയും ഇക്വിപ്പുകൾ ആക്കുന്നത്? Because Christian life is more enticing when you follow his steps. ആ ക്രിസ്തീയ ജീവിതം ഏറ്റവും ആകർഷകമാക്കുന്നത് നമ്മൾ കർത്താവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുമ്പോഴാണ്. It is not about my needs to be met, it is about following his steps. എന്റെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതെല്ലാം മറിച്ച് കർത്താവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നതാണ്. So Christian life is only that. ആ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് മാത്രമാണ്. What Christ has done for us and the purpose of his calling, we need to walk in that footsteps. കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തതും കർത്താവിന്റെ നമ്മുടെ വിളിയുടെ ഉദ്ദേശം, കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ആ കാൽച്ചുവടുകൾ പിന്തുടർന്നു പോകുവാനുമാണ്. So in our daily life, നമ്മുടെ അനുദിന ജീവിതത്തിൽ when anything happens or anything that we face, we need to see that how Christ walked and what it was his step and what did he do for us so that we can walk in that step. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നാം ഫേസ് ചെയ്യുമ്പോൾ, എന്തെങ്കിലും നേരിടുമ്പോൾ നാം നോക്കേണ്ടത് കർത്താവ് അതിന്റെ മധ്യത്തിൽ എങ്ങനെയാണ് നടന്നത്, എന്താണ് ചെയ്തത്, എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം അനുകരിക്കുന്നവരായിരിക്കണം. So that is why we can see the first thing that last week we talked about, the suffering Christ. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ ചിന്തിച്ചത് കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തു. So that suffering Christ is what we have to follow in his footsteps. ആ കഷ്ടം അനുഭവിക്കുന്ന ക്രിസ്തുവിന്റെ കാൽച്ചുവടുകളാണ് നാം പിന്തുടരേണ്ടത്. So that when we are undergoing any suffering, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കഷ്ടങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ we know that Jesus suffered for us. നമുക്കറിയാം കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. So we need to he has set an example for us so that we will follow his steps. കർത്താവ് നമുക്ക് മാതൃക വെച്ചു, അത് മുഖാന്തരം ആ മാതൃക, ആ കാൽച്ചുവടുകളെ നാം പിന്തുടരുവാൻ. What did Jesus do? യേശു കർത്താവ് എന്താണ് ചെയ്തത്? He suffered. കർത്താവ് കഷ്ടം അനുഭവിച്ചു. He endured the suffering. കർത്താവ് ആ കഷ്ടം സഹിക്കുവാൻ ഇടയായി. So when we are ought to follow his footsteps, നമ്മൾ കർത്താവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ വേണ്ടിയിട്ട് so we also need to follow that suffering and bear and endure it. ആ കർത്താവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നുകൊണ്ട് കഷ്ടം അനുഭവിച്ചുകൊണ്ട് അതിനെ സഹിച്ചു നാം മുൻപോട്ട് പോകണം. And the result what happened to Jesus, the same result is also for us. കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ച അതേ ഫലം തന്നെ നമ്മുടെ ജീവിതത്തിലും ഫലമായി സംഭവിക്കും. Because from suffering he was glorified. ആ കഷ്ടങ്ങളിലൂടെ കർത്താവ് മഹത്വീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. Definitely we will be glorified. നമ്മൾ ഓരോരുത്തരും മഹത്വീകരിക്കപ്പെടുവാൻ ഇടയായി തീരും. Christ's death was turned into resurrection from the dead and ascension. The same will happen to us. When we die, we will also be resurrected. കർത്താവിന്റെ മരണത്തിൽ നിന്ന് അത് പുനരുദ്ധാനത്തിലേക്കും, പുനരുദ്ധാനത്തിൽ നിന്ന് ഉയർപ്പിലേക്ക് ആരോഹണത്തിലേക്ക് നടത്തപ്പെടുവാൻ തക്കണം ഇടയായിത്തീർന്നു. അതേപോലെ നാം കർത്താവിനോട് കൂടെ മരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുനരുദ്ധാനം ഉയർപ്പും പ്രാപിക്കുവാൻ ഇടയായിത്തീരും. Because we were justified, നമ്മൾ ഓരോരുത്തരും കർത്താവിനാൽ നീതീകരിക്കപ്പെട്ടവർ, we also will be glorified. നമ്മളും മഹത്വീകരിക്കപ്പെടുവാൻ ഇടയായിത്തീരും. So this is the same result that happened with Jesus. The same result is going to happen to us. കർത്താവിന് സംഭവിച്ച അതേ ഫലം തന്നെ നമ്മുടെ ജീവിതത്തിലും അതേ ഫലം തന്നെ കാണുവാൻ ഇടയാകും. That is why the word of God says that follow his steps. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് കാൽച്ചുവടുകളെ പിന്തുടരുക. Now try to understand that when word of God says that follow his steps, കാൽച്ചുവടുകളെ പിന്തുടരുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അതിനെ മനസ്സിലാക്കണം. Now we can see why Peter is mentioning the remaining things about what to follow. എന്താണ് പിന്തുടരേണ്ടെന്നുള്ള ബാക്കിയുള്ള കാര്യങ്ങളെ പത്രോസ് ഇവിടെ പറയുന്നുണ്ട്. So one is follow Christ's suffering. ഒന്ന് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ പിന്തുടരുക. Now verse 22 begins by saying something different, but it is not different. It is about following Jesus Christ. 22ാം വാക്യം വ്യത്യസ്തമായ ഒരു കാര്യം പറയുന്നു. വ്യത്യസ്തമായ കാര്യമല്ല, കർത്താവിന്റെ കാൽച്ചുവട് പിന്തുടരേണ്ട ഒരു കാര്യം തന്നെയാണ്. When you are following Jesus in his footsteps, കർത്താവിന്റെ കാൽച്ചുവടുകളെ നാം പിന്തുടരുമ്പോൾ it is telling us that what did Jesus do, who he was. കർത്താവ് ആരായിരുന്നുവെന്നും കർത്താവ് എന്താണ് ചെയ്തു എന്നും അവിടെ പറയുന്നു. Now let's read what is that. എന്താണ് കർത്താവ് ചെയ്തെന്ന് വായിക്കാം. Verse 22. അതിന്റെ 22ാം വാക്യം. Who committed no sin, അവൻ പാപം ചെയ്തിട്ടില്ല, nor was deceit found in his mouth. തന്റെ വായിൽ വഞ്ചനയും ഒന്നും ഉണ്ടായിരുന്നില്ല. Read that in Malayalam. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിട്ടില്ല. So who committed no sin, ഒരു പാപവും ചെയ്തിട്ടില്ല. Now why does this word starts here? എന്തുകൊണ്ടാണ് ഈ വാക്യം ഇങ്ങനെ തുടങ്ങുന്നത്? It is about that we have to
follow his steps that he has set an example for us. നമുക്ക് വെച്ചിരിക്കുന്ന കർത്താവ് വെച്ചിരിക്കുന്ന ആ ഒരു മാതൃക നമ്മൾ ഓരോരുത്തരും ആ കാഴ്ചയോട് പിന്തുടരുവാൻ So വേണ്ടിയാണ്. now tonight we are talking about how to follow his steps. ഈ രാത്രികാലം നാം സംസാരിക്കുന്നത് എങ്ങനെയാണ് ആ കാഴ്ചകൾ പിന്തുടരേണ്ടത്. How did Jesus live on this earth, and what was his life on this earth? How did he live? ഈ കർത്താവിന്റെ ഈ ലോകത്തെ ജീവിതം എങ്ങനെയായിരുന്നുവെന്നും കർത്താവ് അതിനെ എങ്ങനെ ജീവിച്ചുവെന്നുമാണ് ഞാൻ ചിന്തിക്കുന്നത്. So here we can see that Christ, who did not sin, ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തു പാപം ചെയ്തിട്ടില്ല, he committed no sin, ഒരു പാപവും ചെയ്തിട്ടില്ല, nor was any guile in his mouth. തന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. Next verse we can read. അടുത്ത വാക്യം വായിക്കാം. Who, when he was reviled, he did not revile in return. When he suffered, he did not threaten, but committed himself to him who judges righteously. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം വരമേൽപ്പിക്കുകയത്രേ ചെയ്തത്. So here we can see the sin-bearing Christ. ഇവിടെ നോക്കുകയാണെങ്കിൽ പാപത്തെ വഹിക്കുന്ന കർത്താവിനെ കാണുന്നു. So here we can see that what we need to follow. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നാം എന്തിനെയാണ് പിന്തുടരേണ്ടത്. So Jesus, who committed no sin, യേശു കർത്താവ് പാപം ചെയ്തിട്ടില്ല, nor was any guile found in his mouth. തന്റെ വായിൽ വഞ്ചനമൊന്നും ഉണ്ടായിരുന്നില്ല. Who, when he was reviled, did not revile. തന്നെ ശകാരിക്കുമ്പോൾ പകരം ശകാരിക്കാതെ, When he suffered, he did not threaten. കഷ്ടം അനുഭവിക്കുമ്പോൾ ഭീഷണം പറയാതെ, At the same time, he did one more thing. പക്ഷെ അതോടൊപ്പം ഒരു കാര്യം കൂടി ചെയ്യുന്നു. When he underwent any of this suffering and revelation, ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ഈ ഭീഷണികളിലൂടെ കടന്നു പോകുമ്പോൾ, he committed everything to whom? To his Father, കർത്താവ് ചെയ്തത് എല്ലാ കാര്യവും തന്റെ പിതാവായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് who judges righteously. ആ പിതാവായ ദൈവം ന്യായമായി വിധിക്കുന്ന പിതാവാണ്. This is what we have to follow. ഇത് തന്നെയാണ് നാമും പിന്തുടരേണ്ടത്. What does that mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? Because again I reminded, this chapter is talking, building from verse chapter 1, it is building about holiness and glorifying God through our lives. ആ പിന്നെയും ഓർമ്മിപ്പിക്കുന്ന 1-ാം അധ്യായം തൊട്ട് അത് വിശുദ്ധിയെ കുറിച്ചും നമ്മളെ തേജസ്സിലേക്ക് നടത്തുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. It brings to the truth about our great calling. നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ വലിയ സത്യത്തെ കുറിച്ചാണ് ഈ കാര്യം പറയുന്നത്. For what? എന്തിനു വേണ്ടിയാണ്? Towards holiness. വിശുദ്ധിയിലേക്ക് നമ്മളെ നടത്തുവാൻ. Because he is holy, you also be holy. കാരണം നമ്മുടെ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നമ്മൾ വിശുദ്ധരാകുവാൻ വേണ്ടിയിട്ട് We also should be like him. നമ്മളും ഓരോരുത്തരും കർത്താവിനെ പോലെ ആകുവാൻ. Because you are all called by God. നമ്മളെല്ലാവരും ദൈവത്താൽ വിളിക്കപ്പെട്ടത് കൊണ്ട്, The chosen generation is special treasure. നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ്, കർത്താവിന്റെ സ്വന്തം ജനമാണ്. So God is saying that you glorify God. അതുകൊണ്ട് കർത്താവിന് നിങ്ങൾക്ക് ദൈവത്തെ മഹത്വീകരിക്കുക, Proclaim his praises. കർത്താവിന് സൽഗുണങ്ങളെ ഘോഷിക്കുക. How? എങ്ങനെ? Our life should be an example for the Gentiles. നമ്മളുടെ ജീവിതം ജാതികൾക്ക് ഒരു മാതൃകയായിരിക്കണം. Even though they revile us, നമ്മളെ അവർ ശകാരിക്കുമ്പോഴും, when anybody reviles us, ആരെങ്കിലും നമ്മളെ ശകാരിക്കുമ്പോഴും, on the day of visitation, പക്ഷെ സന്ദർശന ദിവസത്തെങ്കിൽ it will cause a reason for them to glorify God. കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ അതൊരു കാരണമായി So തീരും. our life should be an example, not just on a theory, but to follow his steps. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തിയറിയായിട്ട് ഒരു എക്സാമ്പിൾ അല്ല, മറിച്ച് കർത്താവിന്റെ കാഴ്ചകൾ പിന്തുടർന്നുകൊണ്ട് ഒരു മാതൃകയായിരിക്കണം. So now we all know here what is the standard kept for us. ഇവിടെ നമുക്ക് വെച്ചിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് എന്താണെന്ന് നമുക്ക് So മനസ്സിലാകും. when you read verse 22, what does it mean? അതിന്റെ 22-ാം വാക്യമ്പോൾ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? So I will ask you, what is the meaning of saying this verse? ഈ വാക്യം പറയുമ്പോൾ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് അതിന്റെ അർത്ഥം എന്താണ്? You follow Jesus step by step. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് യേശു കർത്താവിനെ അനുഗമിക്കുക. And who is this Jesus? ആരാണ് യേശു കർത്താവ്? Who committed no sin, പാപം ചെയ്യാത്ത യേശു കർത്താവ്. nor was guile in his mouth. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. So what does it mean? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? We should also live without doing sin. നമ്മളും പാപം ചെയ്യാതെ ജീവിക്കണം. So never forget this. ഇത് ഒരിക്കലും മറന്നു പോകരുത്. Parents, don't teach anything else to the children. മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ വേറെ ഒന്നും പഠിപ്പിക്കരുത്. Church should not teach anything else to anyone. ദൈവസഭയും ആരെയും വേറെ ഒന്നും പഠിപ്പിക്കരുത്. Why I am saying this? And when I was in 10th standard, one pastor took me outside pastor took me outside down and gave me a doctrine that you cannot live without doing sin. You will sin. ഈ കാരണം എന്തുകൊണ്ടാണ് ഈ കാരണം പറയുന്നത്? ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ പുറത്തുനിന്ന് വന്ന ഒരു പാസ്റ്റർ എന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് താഴെ കൊണ്ടുപോയിട്ട് പറഞ്ഞത് ഈ ലോകത്തിൽ പാപം കൂടാതെ ജീവിക്കുവാൻ പറ്റത്തില്ല എന്ന്. I was very clear. No.
Word of God is being taught like that, and Word of God says you have to live without sin. ദൈവത്തിന് എനിക്ക് വളരെ വ്യക്തമായിരുന്നു. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നത് നമ്മൾ പാപം ചെയ്യാതെ It is ജീവിക്കണം. not some Dukli church from a Pentecostal church. One pastor is telling that, James, you cannot live like this. ഒരു ബെന്തിക്കോസ് സഭയിലെ ദൈവദാസനാണ് പറഞ്ഞത്, ജെയിംസ് പാപം ചെയ്യാതെ ജീവിക്കുവാൻ പറ്റത്തില്ല എന്ന്. So that is why I'm saying that nobody should teach anything wrong. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വേറൊന്നും പഠിപ്പിക്കുവാൻ ഇടയാകരുത്. Here it is very clear. You have to follow whose steps? ഇവിടെ വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ ആരുടെ കാൽച്ചുവടുകൾ പിന്തുടരണം? The steps of Jesus. യേശു കർത്താവിന്റെ കാൽച്ചുവടുകൾ. He set an example for us. യേശു കർത്താവ് നമുക്ക് വേണ്ടി മാതൃക And it വെച്ചിരിക്കുന്നു. says what? അതെന്താണ് പറയുന്നത്? Who committed no sin, അവൻ പാപം ചെയ്തിട്ടില്ല, nor was guile in his mouth. അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. When he was reviled, he did not revile. അവനെ ശകാരിക്കുമ്പോൾ തിരിച്ചു ശകാരിച്ചില്ല. When he suffered, he did not threaten. കഷ്ടം അനുഭവിക്കുമ്പോൾ തിരിച്ചു ഭീഷണം പറഞ്ഞില്ല. What did he do? എന്താണ് കർത്താവ് ചെയ്തത്? He committed to his Father, സകലവും പിതാവിന്റെ കരങ്ങളിലേക്ക് who വരമേൽപ്പിച്ചു. judges righteously. ന്യായമായി വിധിക്കുന്ന പിതാവിന്റെ കരങ്ങളിലേക്ക്. So tonight we are talking about ഈ രാത്രികാലം നാം സംസാരിക്കുന്നത് how is our life towards sin. പാപത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ്? Jesus did not commit any sin. യേശു കർത്താവ് ഒരു പാപവും ചെയ്തില്ല. This we all believe. ഈ കാര്യം നാം എല്ലാവരും We വിശ്വസിക്കുന്നു. all know. നമുക്ക് എല്ലാവർക്കും അറിയാം. Tonight I want you all to read all these verses that you know. ഈ രാത്രികാലം നമ്മൾ ഈ അറിയാവുന്ന വാക്യങ്ങളിൽ നിന്ന് നമ്മൾ എല്ലാവരും Okay, വായിക്കണം. so I want everyone, children and grown-ups, everyone, കുഞ്ഞുങ്ങളും read the same verses that we know, and tonight establish it very clear. Jesus did not commit any sin. കുഞ്ഞുങ്ങളും മുതിർന്നവരും എല്ലാവരും ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി വായിച്ചിട്ട് നമ്മുടെ ഹൃദയത്തിൽ സ്ഥിരമാക്കണം. യേശു കർത്താവ് ഒരു പാപവും ചെയ്തില്ല. There was a recent debate among all the religious studies about every god, and Jesus also in the debate about Jesus. So the one single thing that stands out, there is not a single god like Jesus who lived a perfect and holy life. ആ അനേക മതങ്ങളിൽ നിന്ന് ദൈവങ്ങളെ കുറിച്ചുള്ള ഒരു വാദപ്രതിവാദം ഉണ്ടായിരുന്നു. അത് ഒരു കാര്യം മാത്രമാണ് വേറിട്ട് നിന്നത്. യേശു കർത്താവിന്റെ ജീവിതത്തിൽ യേശു കർത്താവ് ഒരു പാപവും ചെയ്യാത്തൊരു വ്യക്തി എന്നുള്ള ഒരു കാര്യം വേറിട്ട് നിൽക്കുവാനിടയായി തീർന്നു. The life of Jesus, the gospel of Jesus, the purpose of Jesus, that for God who came and what purpose was there for mankind is totally unique. That is called the uniqueness of Christ. ആ യേശു കർത്താവിന്റെ ജീവിതവും യേശു കർത്താവ് വന്നതിന്റെ ഉദ്ദേശവും യേശു കർത്താവ് ദൈവമായിട്ട് കടന്നു വന്നത് അതിൽ ഏറ്റവും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു കാര്യം, യേശു കർത്താവ് മാനവരാശിയിൽ കാണിച്ചു കൊടുത്തത് പാപം ചെയ്യാത്തൊരു യേശു കർത്താവ്. So there is no any blame on Jesus. യേശു കർത്താവിന്റെ മേൽ ഒരു കുറ്റവുമില്ലായിരുന്നു. If you see the word of God, നമ്മൾ വചനം നാം ചിന്തിച്ചു we നോക്കുമ്പോൾ can see that here Peter says he committed no sin. ഇവിടെ പത്രോസ് പറയുന്നു അവൻ ഒരു പാപവും ചെയ്തിട്ടില്ല. Paul says that you did not have any sin. He became a sin for us. പൗലോസ് പറയുന്ന ഒരു കാര്യം, പാപം അറിയാത്തവനെ അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. And we can see John says in 1 John chapter 1 John 3:5, he says that there was no sin in him. ആ യോഹന്നാൻ പറയുന്നു, 1 യോഹന്നാൻ 3:5 പറയുന്നു അവനിൽ പാപമില്ലായിരുന്നു. Judas Iscariot, his disciple, himself said that he is an innocent man. അവനെ കാണിച്ചു കൊടുത്ത യൂദാ ഇസ്കറിയോത്ത് പറയുന്നു, ഞാൻ കുറ്റമില്ലാത്തവനെ കാണിച്ചു കൊടുത്തു. Pilate, the governor who gave the verdict, he himself said that I see no fault in him. ആ കർത്താവിനെ കൊല്ലുവാൻ വിധിച്ച പിലാത്തോസും പറഞ്ഞത് അവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. The centurion who was responsible for the crucifixion and overseeing all the things, he declared that indeed this is the righteous man. ആ ക്രൂശീകരണത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ആ ശതാബ്ദിനായ വ്യക്തി അവിടെ വിളിച്ചു പറഞ്ഞത് ഇവൻ ഒരു നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു. So it was very clear there was no fault found in Jesus. അത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നത് യേശു കർത്താവിൽ ഒരു കുറ്റവും ഇല്ലായിരുന്നു. So now let us read some verses. നമുക്ക് ചില വാക്യങ്ങൾ വായിക്കാം. So let's come to 1 Peter chapter 1 verse 18 and 19. അതിന്റെ 1 അധ്യായം 1 പത്രോസ് 1:18-19 വാക്യം. Because so that it can establish with the word of God. അത് മുഖാന്തരം ദൈവത്തിന്റെ വചനത്താൽ അത് സ്ഥിരപ്പെടുത്തുക. Let's quickly read. വളരെ പെട്ടെന്ന് വായിക്കാം. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. So here it says that it is, read that in English. Knowing that you were not redeemed with corruptible things like silver or gold from your aimless conduct received by tradition from your father, but with the precious blood of So this is what you have to know. But with the
precious blood of precious blood of Christ as of a lamb as of a lamb without blemish without blemish and without spot. and without spot. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. So the blood of Jesus, the sacrifice, he became the sacrifice for us, the perfect sacrifice, which did not have any blemish or any spot. ആ കർത്താവ് നമുക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ആ കർത്താവിന്റെ ആ രക്തം, ഇല്ലെങ്കിൽ കർത്താവ് യേശു കർത്താവ് എന്ന് പറയുന്നത് അവൻ ഒരു നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തമാണത്. Now let's turn to the Hebrews chapter, എബ്രായ ലേഖനത്തിലേക്ക് നമുക്ക് തിരിക്കാം. because Hebrews portrays in very detail and in various passages ആ എബ്രായ ലേഖന കർത്താവ് വളരെ വ്യത്യസ്തമായ വാക്കുകൾ, വളരെ വിശദമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. Let's turn to Hebrews chapter 2. Verse 18 is the verse, but I would like you to read 16, 17 and 18. ആ എബ്രായർക്ക് ലേഖനം 2-ാം അധ്യായം അതിന്റെ 16, 17, 18 വാക്യങ്ങൾ. For it is ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ Why I'm reading this verse is because for all of you, children or anyone who wants to know that why Jesus came in human flesh. So it says very clearly, yeah. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത്. ആ. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ ആ. അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരിച്ഛിതനായി കഷ്ടമനുഭവിച്ചിരിക്കുക കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. Read that 18 verse. For that he himself has suffered, being tempted, is able to aid those who are tempted. So he was tempted, so he will be able to aid those who are tempted, because he took the form of man so that he can undergo all the sufferings of man. കർത്താവ് മനുഷ്യവേഷം എടുത്തത് അതിന് മുഖാന്തരം മാനവജാതി കടന്നു പോകുവാനുള്ള സകല കാര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ. Now let's go to Hebrews chapter 7. അതിലെ 4 എബ്രായർ 4-ാം അധ്യായം verse 13. അതിന്റെ 13-ാം വാക്യം. When there is no creature hidden from his sight, but all things are naked and open to the eyes of him to whom we must give Read account. further, come to 15. For we do not have a high priest For we do not have a high priest who cannot sympathize with our weaknesses, who cannot sympathize with our weaknesses. but was in all points tempted. So this is some word which we all know. Jesus was In all points tempted. in all points tempted as we are, as we are. yet without sin. Do you believe the verse? ഈ Okay. വാക്യത്തിൽ വിശ്വസിക്കുന്നുവോ? Okay. ഇവിടെ അടുത്ത് വാക്യം മാത്രം. 15-ാമത്തെ വാക്യം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടത് തന്നെ. So here it says he was tempted at all points yet without sin. പാപം ഒഴികെ നമുക്ക് സർവത്തിലും കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. So it should be very clear. നമുക്ക് വളരെ വ്യക്തമായിരിക്കണം. Jesus did not sin. യേശു കർത്താവ് ഒരു പാപവും ചെയ്തില്ല. Jesus did not commit any sin. ഒരു പാപവും യേശു കർത്താവ് ചെയ്തില്ല. But was he tempted? പക്ഷെ കർത്താവ് പരീക്ഷിതനായോ? He was tempted at all points, സകലത്തിലും കർത്താവ് പരീക്ഷിക്കപ്പെട്ടു, yet without sin. പക്ഷെ പാപം ഒഴികെ. Quickly, I would want to spend only few minutes to just quickly clear some theological questions that can come, because we are doing Bible study. But it's not a very important thing, but very important for you to know the truth so that you can give the answer correctly. ശാസ്ത്രപരമായിട്ട് നമ്മുടെ ഉയർന്നു വരുവാൻ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് പല സാഹചര്യങ്ങളും ഉത്തരം പറയുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വ്യക്തമാകുവാൻ വേണ്ടി ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയുവാൻ ആഗ്രഹിക്കും. But for us it is very clear. പക്ഷെ നമുക്കിത് വളരെ വ്യക്തമാണ്. Jesus did not commit any sin. യേശു കർത്താവ് ഒരു പാപവും ചെയ്തില്ല. Was Jesus tempted? പക്ഷെ യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടോ? Give some example where he was tempted. ചില ഉദാഹരണങ്ങൾ പറയുക. Yeah, so you all know Matthew chapter 4 talks about Jesus was tempted. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം പറയുന്ന യേശു കർത്താവിന്റെ ആ പരീക്ഷയെ കുറിച്ചിട്ട്.
But is that all enough? Okay. But here Hebrews says that he was tempted at all points, yet without sin. പക്ഷെ ഇവിടെ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടു. Now the biggest question comes is, ഏറ്റവും വലിയ ഉയർന്നു വരുന്ന വലിയ so ചോദ്യം, I'll ask the question. So this is a study, okay, so that you will not have any doubts. Secondly, you should have the clarity on any question that is coming. ഇതൊരു പഠനമാണ്. ഞാൻ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് മുഖാന്തരം ഈ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയവും ഉണ്ടാകുവാൻ പാടില്ല. Was it possible for Jesus to sin? യേശു കർത്താവിന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നോ? As a man, he can sin. മനുഷ്യനായിട്ട് പാപം ചെയ്യുവാൻ കഴിയും. Okay, that is where I want to answer to you few things so that you can be very clear. അവിടെയാണ് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അത് മുഖാന്തരം നിങ്ങൾ ആ കാര്യങ്ങൾ വ്യക്തമാകുവാൻ. Your answer is correct in a part, നിങ്ങൾ പറഞ്ഞ ഉത്തരം ഒരു ഭാഗികമായിട്ട് അത് ശരിയാണ്. but we have to understand Jesus did not come only as a man. യേശു കർത്താവ് മനുഷ്യനായിട്ട് മാത്രമല്ല കടന്നു വന്നത്. He came as a full man and a full God. മുഴുവൻ മനുഷ്യനുമായിട്ടും മുഴുവനും ദൈവവുമായിട്ടാണ് കടന്നു വന്നത്. God cannot change his character. ദൈവത്തിന് തന്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയും. Jesus was not born and became God afterwards. He was God much earlier. യേശു കർത്താവ് മനുഷ്യനായിട്ട് ജയിച്ചിട്ട് പിന്നീട് ദൈവമായതല്ല. യേശു കർത്താവ് ദൈവം So തന്നെയായിരുന്നു. that is why you have to understand this. അതുകൊണ്ടാണ് ഈ കാര്യം മനസ്സിലാക്കേണ്ടത്. Who was Jesus? ആരായിരുന്നു യേശു കർത്താവ്? God. ദൈവമായിരുന്നു. In the beginning was the Word. The Word was with God, and the Word was God. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടു കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. Jesus came in the flesh in the form of a man. യേശു കർത്താവ് മനുഷ്യവേഷം എടുത്ത് ജഡത്തിൽ കടന്നു വന്നു. That does not mean that Jesus now is only a man. Jesus is fully God, and now he took the nature of man and came on this earth. അതുകൊണ്ട് യേശു കർത്താവ് മനുഷ്യനെന്ന് മാത്രമല്ല അർത്ഥമാക്കുന്നത്. യേശു കർത്താവ് ദൈവമായിരുന്നു. ദൈവമായവൻ മനുഷ്യവേഷം എടുത്ത് ജഡത്തിൽ കടന്നു. So that is why the question is little important for us to know from a study point of view. അതുകൊണ്ടാണ് പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ ചോദ്യം വളരെ കുറച്ച് പ്രാധാന്യമായിരിക്കും. നാം അതിനെ കുറിച്ച് അറിയണം. So Jesus was fully God and fully man. യേശു കർത്താവ് മുഴുവൻ മനുഷ്യനായിരുന്നു, മുഴുവൻ ദൈവമായിരുന്നു. At any given point of time, ഏതൊരു സമയത്തിലും ഏതൊരു സമയത്തിലും he was God യേശു കർത്താവ് ദൈവമായിരുന്നു. and also he was a full man. യേശു കർത്താവ് മുഴുവൻ മനുഷ്യനുമായിരുന്നു. Which means even when Jesus was tested, യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടപ്പോഴും, when Jesus undergo any temptation, താൻ തന്റെ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ remember, ഓർക്കേണ്ടത്, at the same moment, ആ സമയം തന്നെ he is God അവൻ ദൈവമായിരുന്നു, and he is fully man. മുഴുവൻ മനുഷ്യനുമായിരുന്നു. Now some of the characteristics of God ദൈവത്തിന്റെ ചില സ്വഭാവ സവിശേഷതകൾ and some of the characteristics of human, മനുഷ്യന്റെ ചില സ്വഭാവ സവിശേഷതകൾ some are different, ചില കാര്യങ്ങൾ but വ്യത്യസ്തമായിരിക്കുന്നു. other characters are all same. ബാക്കിയുള്ള എല്ലാ സ്വഭാവങ്ങളും For ഒരുപോലെയായിരുന്നു. example, Jesus was thirsty. Yes, You have read that, right? യേശു കർത്താവിന് ദാഹമുണ്ടായിരുന്നു. നിങ്ങൾ അത് വായിച്ചിട്ടുണ്ടല്ലോ. Jesus was also having hunger. യേശു കർത്താവിന് വിശപ്പുണ്ടായിരുന്നു. Why? എന്തുകൊണ്ട്? Why did Jesus have a thirst? എന്തുകൊണ്ടാണ് ദാഹമുണ്ടായിരുന്നത്? Because he was a man. കാരണം മനുഷ്യനായതുകൊണ്ട്. But does God have any thirst for water and food? പക്ഷെ ദൈവത്തിന് ദാഹവും ഇല്ലെങ്കിൽ വിശപ്പും കടന്നു വരുമോ? No. ഒരിക്കലുമില്ല. So in this case, you can see that the appetite for water and food is only for Jesus because he was a full man. ഈ സമയത്ത് യേശു കർത്താവിന് ആ വിശപ്പും ദാഹവും കടന്നു വന്നത് യേശു കർത്താവ് മനുഷ്യനായതുകൊണ്ടായിരുന്നു. But when you talk about his moral holiness, പക്ഷെ വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ he cannot change. അത് മാറ്റുവാൻ കഴിയുകയില്ല. He is God. യേശു ദൈവമായിരുന്നു. Can God sin? ദൈവത്തിന് പാപം ചെയ്യുവാൻ കഴിയുമോ? No. ഒരിക്കലുമില്ല. God cannot sin. ഒരിക്കലും പാപം ചെയ്യുവാൻ കഴിയുകയില്ല God ദൈവത്തിന്. can never sin. ദൈവത്തിന് ഒരിക്കലും പാപം ചെയ്യുവാൻ That കഴിയുകയില്ല. is why Jesus can never sin. അതുകൊണ്ടാണ് യേശു കർത്താവിന് ഒരിക്കലും പാപം ചെയ്യാൻ But when he came as a man, പക്ഷെ മനുഷ്യനായിട്ട് കടന്നു വന്നപ്പോ he went through all the temptation, എല്ലാ പരീക്ഷകളിലൂടെയും കടന്നുപോയി. yet he did not commit any sin. അതിലൂടെയൊക്കെ ഒരു പാപവും ചെയ്തു. That is the truth. അത് സത്യമായ കാര്യം. But when a question is also asked in a theological way, തിയോളജി ശാസ്ത്രപരമായി understand very clearly. ഈ കാര്യം വളരെ Your വ്യക്തമായി answer was correct on the partly. ഭാഗികമായിട്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. But don't emphasize strongly that he can sin.
പക്ഷെ പാപം ചെയ്യുവാൻ കഴിയുമെന്ന് ഒരിക്കലും അതിലൂന്നി So പറയരുത്. the question is, theological question is, ശാസ്ത്രപരമുള്ള ചോദ്യം, could Jesus sin? യേശു കർത്താവിന് പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നു? Answer is no. അതിന്റെ ഉത്തരം ഇല്ല എന്നാണ്. He did not sin is one thing. അത് യേശു കർത്താവ് പാപം ചെയ്തില്ല, അതൊരു കാര്യമാണ്. How? എങ്ങനെ? In his full man nature. മനുഷ്യ ആ വേഷത്തിൽ മുഴുവനുമായുള്ള മനുഷ്യവേഷത്തിൽ Bible establishes and clearly says he did not sin. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി സ്ഥിരപ്പെടുത്തുന്നത് യേശു കർത്താവ് പാപം ചെയ്തിട്ടില്ല. Okay. Now, as a full God, മുഴുവൻ ദൈവമായിരിക്കുമ്പോൾ at that same time, at any moment, he was full God. ഏതൊരു സമയത്തും യേശു കർത്താവ് മുഴുവൻ ദൈവമായിരുന്നു. Can he sin? പാപം ചെയ്യുവാൻ കഴിയുമോ? No. ഒരിക്കലുമില്ല. Never he can sin. ഒരിക്കലും പാപം ചെയ്യുവാൻ Now, I will give a very good illustration for you to understand. It's a very good illustration ഒരു നല്ല ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. so that you can rest your questions and your doubts on this. ആ ഇതിൽ നമ്മുടെ ഉത്തരങ്ങളും നമ്മുടെ Okay, സംശയങ്ങളും let me re-emphasize that. ഒന്നുകൂടെ ഊന്നി വ്യക്തമാക്കുന്നു. Jesus did not commit any sin. യേശു കർത്താവ് ഒരു പാപവും ചെയ്തിട്ടില്ല. He did not commit any sin when he came on this earth. യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ ഒരു പാപവും ചെയ്തിട്ടില്ല. Was he tempted? യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടോ? Yes. പരീക്ഷിക്കപ്പെട്ടു. He was tempted at all points, എല്ലാ സമയങ്ങളിലും പരീക്ഷിക്കപ്പെട്ടു. yet without sin. പക്ഷെ പാപം ഒഴികെ. Then how can he be an example for us? അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു മാതൃകയായി തീരുവാൻ കഴിയുന്നത്? Because you say that he is God. കാരണം നമ്മൾ പറയുന്നത് യേശു And ദൈവമാണ്. God can never sin. ദൈവത്തിന് ഒരിക്കലും പാപം ചെയ്യുവാൻ How it കഴിയില്ല. can be a parallel comparison for me to follow? അങ്ങനെയെങ്കിൽ എനിക്ക് അനുഗമിക്കുവാൻ ഇത് എങ്ങനെ ഒരു പാരൽ കമ്പാരിസൺ ആയിട്ട് പോകുവാൻ That കഴിയും? is why we have to understand, അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. God, even though he was God, he was fully man and he endured all the temptation as a man. ആ യേശു കർത്താവ് ദൈവമായിരിക്കുമ്പോഴും താൻ മുഴുവൻ മനുഷ്യനായതുകൊണ്ട് സകല പരീക്ഷകളിലൂടെ അത് കടന്നുപോയി അതിനെ സഹിച്ചു നിന്നു. Now there's a very good illustration for you to understand. നമുക്ക് മനസ്സിലാക്കുവാൻ നല്ലൊരു ഉദാഹരണമുണ്ട്. So the long distance swimmers, ദീർഘദൂരം നീന്തുന്ന ആൾക്കാർ, I do not know what is the record now, the ഇപ്പോൾ longest distance someone who has swimmed and crossed. ഏറ്റവും അധിക ദൂരം നീന്തി കടന്നുപോയ ഒരു വ്യക്തി. Okay. So now let's say one person says that I am going to break that record. നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഒരു മനുഷ്യൻ പറയുകയാണ്, ഞാൻ ഇപ്പോഴുള്ള ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. This I'm not talking about swimming pool swimming. This is a long distance crossing channels. Okay. Big channels like English channels or big sea. So long distance swimmers, if they are challenging that, they are going to break a record. ചെറിയ നീന്തൽ കുളത്തിൽ നീന്തുന്ന കാര്യമല്ല, ദീർഘദൂരം നീന്തി കടന്നു പോകുന്ന ആൾക്കാരുടെ നീന്തലാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു മനുഷ്യൻ പറയുകയാണ്, ഇപ്പോഴുള്ള ആ റെക്കോർഡിനെ ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. Now when they swim and go, അവർ നീന്തി കടന്നു പോകുമ്പോൾ there is always a boat going very closely beside them. അവരോടൊപ്പം ഒരു പടകം അവരോട് ചേർന്ന് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. And the duty of the people in that boat, ആ പടകിലുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, at any point of time, if this person is drowning or is exhausted, ഏതെങ്കിലും ഒരു സമയത്ത് ഈ മനുഷ്യൻ ക്ഷീണിതനായി തീർന്നിട്ട് മുങ്ങിപ്പോവുകയാണെങ്കിൽ they can come and rescue him. അവർ കടന്നു വന്ന് അവനെ രക്ഷിക്കുവാൻ കഴിയും. Or the swimmer can say, help me, or I cannot go further enough, my legs are being strained and I cannot do. Then they will come and they will assist him. ഇല്ലെങ്കിൽ ഈ നീന്തി കടന്നു പോകുന്ന ആൾക്കാർക്ക് പറയാൻ കഴിയും, ഞാൻ മുഴുവനുമായി ക്ഷീണിച്ച് കടന്നുപോയി, എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുകയില്ല, നിങ്ങൾ കടന്നു വന്ന് എന്നെ സഹായിക്കുക എന്ന്. But this swimmer is going to break the record. പക്ഷെ ഈ ഒരു നീന്തൽക്കാരൻ ഇപ്പോൾ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാൻ പോകുകയാണ്. So he is swimming അവൻ നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. and swimming hard and crossing all the hurdles and everything, and finally he reaches the record. അവൻ നീന്തി അവന്റെ മുൻപിലുള്ള എല്ലാ പ്രതികൂലങ്ങളും മറികടന്ന് ഏറ്റവും അവസാനം ആ കടന്നു ചെന്ന് അതിന്റെ മുൻപിലുള്ള റെക്കോർഡുകളൊക്കെയും ബ്രേക്ക് ചെയ്യുകയാണ്. And he becomes successful. അത് ഏറ്റവും അവസാനം അവൻ വിജയകരമായി Now he becomes the new record holder അവനാണ് ഇപ്പോൾ ആ പുതിയ റെക്കോർഡിന്റെ ഹോൾഡറായി who has successfully swam a long distance and finished. ഏറ്റവും അധിക ദൂരം നീന്തി കടന്നു ചെന്ന് വിജയം പ്രാപിച്ച വ്യക്തി. Now question to you. ഇപ്പോൾ നിങ്ങളോടുള്ള ചോദ്യം, Did that swimmer drown? ആ ഒരു നീന്തിക്കൊണ്ടിരുന്ന ആള് മുങ്ങിപ്പോയോ? Did he drown? അവൻ മുങ്ങിപ്പോയോ? No. ഇല്ല. Are you clear? You understanding? Huh? He did not drown. അവൻ മുങ്ങിപ്പോയില്ല. Clear? Now question is, ചോദ്യം, can he ever drown? അവൻ എപ്പോഴെങ്കിലും മുങ്ങിപ്പോകുവാൻ കഴിയുമായിരുന്നോ? No. The boat is there. കാരണം പടക് അടുത്ത് തന്നെയുണ്ട്.
He cannot drown. അവൻ മുങ്ങിപ്പോകത്തില്ല. But the swimmer did not make use of the boat that is there. പക്ഷെ ആ നീന്തി പോയിക്കൊണ്ടിരുന്ന ആള് തന്റെ അടികളിലുണ്ടായിരുന്ന ആ പടകിന്റെ ആവശ്യം He ഉപയോഗിച്ചില്ല. finished that record without having any assistance of what is available and swam and finished that record without drowning. ആ മുൻപിലുള്ള ലക്ഷ്യം പൂർത്തീകരിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നത് തന്റെ അടികളുണ്ടായിരുന്ന പടകിന്റെ ഒരു ആവശ്യവും എടുക്കാതെയാണ് നീന്തി കടന്നു ചെന്നത്. This is not an exact example, but for you to understand. ഇതൊരു അങ്ങനെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു ഉദാഹരണമല്ല, പക്ഷെ നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി. Jesus is fully God. യേശു കർത്താവ് മുഴുവൻ ദൈവമായിരുന്നു. He cannot sin. യേശു കർത്താവിന് പാപം ചെയ്യുവാൻ He will കഴിയില്ല. never sin. യേശു കർത്താവ് ഒരിക്കലും Because God cannot sin. Clear? കാരണം ദൈവത്തിന് ഒരിക്കലും പാപം ചെയ്യുവാൻ കഴിയുകയില്ല. When Jesus also took the form of man, which is he was fully man. യേശു കർത്താവ് മുഴുവനുമായി മനുഷ്യനായി ഈ ജഡവേഷം എടുത്തപ്പോഴും When he swam, യേശു sorry, when he lived യേശു കർത്താവ് ജീവിച്ചപ്പോൾ as a man, he did not use his godly resource that is there as a God, but as a human, he endured every temptation and he finished the race. മനുഷ്യനായി താൻ ആയിരിക്കുമ്പോഴും താൻ ദൈവികമായ ദൈവത്വത്തിന്റെ ഒരു സഹായവും താൻ എടുക്കാതെ മനുഷ്യനായി ജീവിച്ചുകൊണ്ട് സകലത്തെയും സഹിച്ച് താൻ ലക്ഷ്യത്തിലേക്ക് പൂർത്തീകരിച്ചു. So now are you clear? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? Okay. So this is just to understand from a theological point of view also. ശാസ്ത്രപരമായി അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. Because Jesus was fully God and he was fully. യേശു കർത്താവ് മുഴുവൻ ദൈവമായിരുന്നു, യേശു കർത്താവ് മുഴുവൻ മനുഷ്യനായിരുന്നു. So if the question is that did Jesus commit any sin? The answer is no, he did not commit any sin. ചോദ്യം യേശു കർത്താവ് എന്തെങ്കിലും പാപം ചെയ്തുവോ? അതിന്റെ ഉത്തരം യേശു കർത്താവ് ഒരു പാപവും So which you ചെയ്തില്ല. rightly answered. അത് നിങ്ങൾ ശരിയായിട്ട് ഉത്തരം പറഞ്ഞു. But can Jesus commit any sin? യേശു കർത്താവിന് എന്തെങ്കിലും പാപം ചെയ്യുവാൻ കഴിയുമായിരുന്നോ? No. ഒരിക്കലുമില്ല. Why? എന്തുകൊണ്ട്? Because he was fully God. The nature of God can never change. യേശു കർത്താവ് മുഴുവൻ ദൈവമായിരുന്നു. ദൈവത്തിന്റെ സ്വഭാവം ഒരിക്കലും മാറുവാൻ But കഴിയുകയില്ല. Jesus had to come യേശു കർത്താവ് as a man മനുഷ്യരായിട്ട് വരേണ്ടത് ആവശ്യമായിരുന്നു. and fulfill all the righteous requirements. ആ എല്ലാ നീതിപരമായ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കേണ്ടത് ആവശ്യമായിരുന്നു. And he set an example for us. നമുക്ക് വേണ്ടി ഒരു മാതൃക താൻ വെച്ചു. He did not commit any sin. അവൻ പാപം ചെയ്തിട്ടില്ല. So what did the resource that Jesus used when he came on this earth? യേശു കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ എന്ത് റിസോഴ്സ് ആണ് ഉപയോഗിച്ചത്? And the same resource is for us also. അതേ ആ റിസോഴ്സ് നമുക്കും ഉണ്ട്. Okay, tell me which are the resources that he used. യേശു കർത്താവിന് ഉണ്ടായിരുന്ന റിസോഴ്സുകൾ എന്തൊക്കെയായിരുന്നു? We all know word of God. Yes. ദൈവത്തിന്റെ വചനം. So he was God. യേശു കർത്താവ് വചനമായിരുന്നു. Did Jesus had to learn the word of God? He was God. യേശു കർത്താവ് He himself is the word. യേശു കർത്താവ് വചനം നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമായിരുന്നു. താൻ തന്നെ വചനമായിരുന്നു. But then Jesus as a man, പക്ഷെ മനുഷ്യനായ യേശു കർത്താവ് as a human being, ഒരു മനുഷ്യനായിട്ട് what did he do? എന്താണ് ചെയ്തത്? He used the resource that is word of God. തനിക്ക് ഉണ്ടായിരുന്ന റിസോഴ്സ് താൻ ഉപയോഗിച്ചു, ദൈവത്തിന്റെ Matthew വചനം. chapter 4, we can see the three temptation. How did he answer? How did he resist the devil? Through the word of God. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം കാണുന്ന 3 പരീക്ഷകളെയും യേശു കർത്താവ് എങ്ങനെയാണ് നേരിട്ടത്? തനിക്കുണ്ടായിരുന്ന ദൈവത്തിന്റെ വചന മുഖാന്തരമാണ്. Jesus at the age of 12, യേശു കർത്താവ് തന്റെ 12-ാമത്തെ വയസ്സിൽ he went to the temple തൻ ആലയത്തിലേക്ക് കടന്നുപോയി. and he sat with the elders. അവൻ അവിടെ മൂപ്പന്മാരോടുകൂടി ഇരുന്നു. What was he doing? എന്താണ് അവിടെ ചെയ്തത്? He was spreading out the word of God. ആ വചനത്തെ നിവർത്തി വായിച്ചുകൊണ്ടിരുന്നു. He was answering and questions. He was explaining things Our- to whom? The elders. അവിടെ ഉണ്ടായിരുന്ന മൂപ്പന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും അവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയും. How did he know? എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ Because പറഞ്ഞത്? Jesus read the word of God. കാരണം യേശു കർത്താവ് ദൈവത്തിന്റെ വചനം വായിച്ചു. Jesus used the word of God. യേശു കർത്താവ് ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചു. He spent time and read and understood and used this as his resource. താൻ ആ ദൈവവചനത്തിൽ സമയം ചെലവഴിച്ചു. തന്റെ ആവശ്യ സമയത്ത് ഈ ദൈവത്തിന്റെ വചനം ഉപയോഗിച്ചു. So now you are going to follow his steps. നമ്മളിപ്പോൾ യേശു കർത്താവിന്റെ കാൽച്ചുവടിൽ പിന്തുടരുകയാണ്. Who committed no sin, പാപം ചെയ്യാത്ത യേശു കർത്താവ്. nor was any guile found in his mouth. തന്റെ വായിൽ വഞ്ചനമൊന്നും ഇല്ലായിരുന്നു. What is your resource? നമ്മുടെ റിസോഴ്സ് എന്താണ്? Just because Jesus died on the cross is your resource? യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചത് അതുകൊണ്ട് അത് മാത്രമാണ് നമ്മുടെ റിസോഴ്സ്? That is the resource. അത് റിസോഴ്സ് തന്നെയാണ്. Unless and until you do not believe and use the word of God that Jesus
had victory over sin, and the victory is for me. ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വചനം ഉപയോഗിക്കാതെ യേശു കർത്താവ് നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ആ ജയം എന്റെ ജയമാണ്. If you do not use the word of God, നാം ദൈവത്തിന്റെ വചനം ഉപയോഗിക്കാതെ, if you do not read the word of God, ദൈവത്തിന്റെ വചനം വായിക്കാതെ, if you do not spend time in meditating on the word of God, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുകയും അതിൽ സമയം you cannot follow his example. യേശു കർത്താവിന്റെ മാതൃക നമുക്ക് പിന്തുടരുവാൻ That is the reason people are saying that you cannot live like this. Without sin you cannot live. Why? Because they don't want to read the word of God. അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് ഈ ലോകത്തിൽ പാപം ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അവർ ദൈവത്തിന്റെ വചനം വായിക്കാത്തത് കൊണ്ടാണ്. They want to read the stories of the Bible. അവർക്ക് ദൈവത്തിന്റെ വചനത്തിലുള്ള കഥകൾ മാത്രം വായിക്കും. They want to see something, the new covenant still in the old covenant package. ആ പുതിയ നിയമ ഉടമ്പടിയും പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ കാണുവാൻ ആഗ്രഹിക്കും. Everybody likes to hear that message. അതൊക്കെയും കേൾക്കുവാൻ എല്ലാവരും താല്പര്യപ്പെടുന്നു. No, അങ്ങനെയല്ല. the new covenant is a new covenant. പുതിയ നിയമ ഉടമ്പടി The തന്നെയാണ്. old covenant is now replaced by the new covenant. പഴയ നിയമ ഉടമ്പടി പുതിയ നിയമത്താൽ മാറ്റപ്പെട്ടു. New covenant cannot be shown and displayed in the covering of the old covenant. ആ പുതിയ നിയമ ഉടമ്പടി പഴയ നിയമയുടെ ആ ഒരു നിഴലിൽ കാണിക്കുവാൻ കഴിയുകയില്ല. But the old covenant also points to Jesus Christ. പഴയ നിയമ ഉടമ്പടിയും യേശു കർത്താവിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. The very wonderful important thing is that we have to preach Christ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ കർത്താവിനെ പ്രസംഗിക്കണം. What is that? എന്താണത്? It is the word of God. അത് ദൈവത്തിന്റെ വചനമാണ്. Unless and until we do not teach the word of God, ദൈവത്തിന്റെ വചനം നാം പഠിപ്പിക്കാത്തടത്തോളം കാലം, unless and until we do not read the word of God, ദൈവത്തിന്റെ വചനം വായിക്കാത്തടത്തോളം കാലം, I would request, please, sisters, don't close your heart. നിങ്ങൾ നിങ്ങളുടെ ഹൃദയം മൂടി Don't close your heart, നിങ്ങളുടെ ഹൃദയം അടച്ചു കളയരുത്. please. എല്ലാ സഹോദരിമാരും, Everyone. എല്ലാവരും. Last time I reminded that if you are decided to have your heart hardened, word of God will judge you. So don't play, please, don't play. നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടുവാനാണ് നിങ്ങളുടെ ഹൃദയം. Why I am saying this? I will say this. I will not stop saying this. ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. Because I am a true person. കാരണം ഞാൻ ഒരു സത്യമായ I മനുഷ്യനാണ്. love you. ഞങ്ങൾ എല്ലാവരെയും So സ്നേഹിക്കുന്നു. I will tell you that if there's a warning, എന്തെങ്കിലും മുന്നറിയിപ്പ് ഉണ്ടെങ്കിൽ ഞാൻ I will not hide any warning. ഞാൻ ഒരിക്കലും ഒരു So മുന്നറിയിപ്പ് don't play, please. ഒരിക്കലും അത് കളിക്കരുത് ആരും. Be very clear. വളരെ വ്യക്തമായിരിക്കണം. If you don't like it, then you decide what you have to do. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ So തീരുമാനിക്കും. every person sitting here. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, So this is what word of God is very important. ദൈവത്തിന്റെ വചനം വളരെ പ്രാധാന്യമുള്ളതാണ്. Jesus gave importance to word of God. യേശു കർത്താവ് വചനത്തിന് പ്രാധാന്യം If കൊടുത്തു. you do not give importance to word of God, ദൈവത്തിന്റെ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല the എങ്കിൽ sin is lying at the door. പാപം നമ്മുടെ വാതിൽക്കൽ കിടക്കുന്നു. His desire is upon you. അതിന്റെ ആഗ്രഹം നമ്മോടാണ്. You have to overcome it. അതിനെ നാം ആണ് ജയിക്കേണ്ടത്. Is it clear? അത് വളരെ വ്യക്തമാണോ? Who did not commit any sin, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. nor was guile found in his mouth. അവന്റെ വായിൽ വഞ്ചനയൊന്നും It ഉണ്ടായിരുന്നില്ല. is an example set so that you will follow, we will follow. നമുക്കൊരു മാതൃക വെച്ചിരിക്കുകയാണ്. അതിന് മുഖാന്തരം മാതൃക ആ കാഴ്ചയോടെ നമ്മൾ പിന്തുടരുക. For me, the day when I keep the word of God outside, എനിക്ക് എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം ഞാൻ പുറത്തോട്ട് മാറ്റി വെക്കുമ്പോൾ I will definitely fall in sin. ഞാൻ തീർച്ചയായിട്ടും പാപത്തിൽ വീഴും. So Jesus used a resource, what? The word of God. യേശു കർത്താവ് ദൈവത്തിന്റെ വചനത്തെ റിസോഴ്സ് ആയിട്ട്. Number 2, what was the other resource that Jesus used? യേശു കർത്താവിന് ഉണ്ടായിരുന്ന വേറെ റിസോഴ്സ് എന്തായിരുന്നു? Very good. പ്രാർത്ഥന. But before we go to prayer, one more resource. Holy Spirit. പരിശുദ്ധാത്മാവ്. So Jesus, does he need to have Holy Spirit? യേശു കർത്താവിന് പരിശുദ്ധാത്മാവിന്റെ ആവശ്യമുണ്ടായിരുന്നു. As God, does he need? ദൈവമായിട്ട് ആവശ്യമുണ്ടായിരുന്നു? No. ഇല്ല. Does he need an anointing? അഭിഷേകത്തിന്റെ ആവശ്യമുണ്ടായിരുന്നോ? Why? ഇല്ല. He is God. കാരണം ദൈവമായിരുന്നു. He is God. ദൈവമായിരുന്നു. God need not have an anointing. ഈ ദൈവത്തിന് ഒരു അഭിഷേകത്തിന്റെ ആവശ്യമില്ല. Is it clear? അത് വ്യക്തമാണോ? But when Jesus came as a full man, യേശു കർത്താവ് പക്ഷെ മനുഷ്യനായിട്ട് കടന്നു വന്നപ്പോൾ, when he came, യേശു കർത്താവ് കടന്നു വന്നപ്പോൾ, when he was baptized, താൻ he സ്നാനപ്പെട്ടു. came from Galilee, he came to Jordan and he was baptized. ഗലീലിൽ നിന്ന് യോർദാനിലേക്ക് കടന്നു വന്ന് സ്നാനമെടുത്തപ്പോൾ The Holy Spirit came upon him and says that it rested upon him. പരിശുദ്ധാത്മാവ് തന്റെ മേൽ കടന്നു വന്ന് തന്റെ മേൽ വസിച്ചു. And then there says that the Holy Spirit then led him where? പിന്നീട് പറയുന്നു പരിശുദ്ധാത്മാവ് തന്നെ ഇങ്ങോട്ട് നയിച്ചു. To the wilderness. മരുഭൂമിയിലേക്ക് തന്നെ നടത്തി. For what? എന്തിനു വേണ്ടിയായി? In the wilderness he was tempted. കാരണം മരുഭൂമിയിൽ താൻ പരീക്ഷിക്കപ്പെടുവാൻ. So when you are tempted, when you are in a moment of temptation,
what resource you have to use? നാം പാപത്തിൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പാപത്തിൽ പരീക്ഷിക്കപ്പെടുന്ന ഏത് സാഹചര്യത്തിലായിരിക്കുമ്പോൾ നാം ഏത് റിസോഴ്സ് ആണ് ഉപയോഗിക്കേണ്ടത്? Holy Spirit. പരിശുദ്ധാത്മാവ്. So that is why without the Holy Spirit, we cannot have victory over sin. പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ നമുക്ക് പാപത്തിന്മേൽ ജയമെടുക്കുവാൻ കഴിയുകയില്ല. Because we need to be fully victorious. നാം മുഴുവനുമായിട്ട് ജയാളികളായിരിക്കണം. And for that what we need? അതിനുവേണ്ടി നമുക്ക് എന്താണ് We ആവശ്യമായിരിക്കുന്നത്? need the Holy Spirit resource for us always. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ റിസോഴ്സ് എപ്പോഴും നമ്മോട് That കൂടെ is why കാണണം. Jesus said, അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, I am going, ഞാൻ പോകുന്നു, but I am going to give you what? ഞാൻ പക്ഷെ നിങ്ങൾക്ക് എന്താണ് തരുവാൻ പോകുന്നത്? Holy Spirit. പരിശുദ്ധാത്മാവിനെ. Where will be the Holy Spirit? He എവിടെയാണ്? will be with you always. പരിശുദ്ധാത്മാവ് എവിടെയാണ്? നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാകും. Why? എന്തുകൊണ്ട്? Holy Spirit will be your help. കാരണം ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനായിരിക്കും. Holy Spirit will be your guide. പരിശുദ്ധാത്മാവ് നമ്മുടെ ഗൈഡ് ആയിരിക്കും. Holy Spirit will be your comforter. പരിശുദ്ധാത്മാവ് നമ്മുടെ ആശ്വാസകനായിരിക്കും. Holy Spirit will strengthen you. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും. So when Jesus was tempted, യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. Holy Spirit strengthened him. പരിശുദ്ധാത്മാവ് തന്നെ ബലപ്പെടുത്തി. And that is the reason why Jesus could sustain that. അവിടെയാണ് യേശു കർത്താവ് അതിനെ സസ്റ്റെയിൻ ചെയ്യുവാൻ തകൊണ്ടിടയായത്. Because as God, he need not have Holy Spirit. ഇരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമില്ല. As a full man, he needs the Holy Spirit. പക്ഷേ മനുഷ്യനായി തനിക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം So ആവശ്യമാണ്. for us നമുക്ക് വേണ്ടി to follow his steps, തന്റെ കാഴ്ചകൾ പിന്തുടരുവാൻ, did not commit any sin. അവൻ പാപമൊന്നും ചെയ്യത്തില്ല. How is it possible for us? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നത്? When we have the Holy Spirit. നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുള്ള Holy Spirit we have, പരിശുദ്ധാത്മാവ് നമുക്കുണ്ട്. but are we making use of the Holy Spirit? പക്ഷെ നാം പരിശുദ്ധാത്മാവിന്റെ സഹായം നാം That എടുക്കണം. is why word of God says, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, walk in the Spirit. Walk in the Spirit. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. ആത്മാവിനെ അനുസരിച്ച് നടക്കുക. So walk in the Spirit means what? ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ അതിനെ എന്താ അർത്ഥമാക്കുന്നത്? എന്താ? You should not obey the lust of the flesh, നാം ജഡത്തെ അനുസരിക്കുവാൻ പാടില്ല. but what you have to do? നാം എന്താണ് ചെയ്യേണ്ടത്? You have to obey the Holy Spirit. നാം ആത്മാവിനെ അനുസരിക്കണം. And who will help you to overcome that? നമ്മളെ അതിൽ ജയിക്കുവാൻ ആരാണ് സഹായിക്കുന്നത്? The Holy Spirit will help. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. Praise the Lord. Praise the Lord. This is not about gifts. ഇത് ദാനങ്ങളെ കുറിച്ചല്ല പറയുന്നത്, This വരങ്ങളെ is not about the gifts of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളെ കുറിച്ചല്ല പറയുന്നത്. This is about the Holy Spirit for us, for every person. നമുക്കുള്ള ഓരോരുത്തർക്കുമുള്ള പരിശുദ്ധാത്മാവ്. For every person, Holy Spirit to help them to live and walk in the Spirit. പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും ആത്മാവിൽ നടക്കുവാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കൂടെ ഉണ്ടാകും. So this is what God has given us. ഇതാണ് ദൈവം നമുക്ക് And തന്നിരിക്കുന്നത്. did Jesus use it? യേശു കർത്താവ് അതിനെ ഉപയോഗിച്ചോ? Yes, that is the resource that he used. യേശു കർത്താവ് ആ റിസോഴ്സ് ഉപയോഗിച്ചു. And third thing, you already answered. മൂന്നാമത്തെ കാര്യം നിങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞു, Prayer. പ്രാർത്ഥന. As God, does God need to pray? ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? No. ഒരിക്കലുമില്ല. But when Jesus came as a full man, യേശു കർത്താവ് മനുഷ്യനായി കടന്നു വന്നപ്പോ what did he do? എന്താണ് ചെയ്തത്? He prayed. യേശു കർത്താവ് പ്രാർത്ഥിച്ചു. The word of God says he prayed alone. താൻ തനിയെ പ്രാർത്ഥിച്ചു എന്ന് ദൈവത്തിന്റെ വചനം He പറയുന്നു. prayed with his disciples. തന്റെ ശിഷ്യന്മാരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. He prayed daytime. രാവിലെ പ്രാർത്ഥിച്ചു. He prayed nighttime. രാത്രിയെ പ്രാർത്ഥിച്ചു. And one place we can see that he prayed for long time. ഒരു സ്ഥലത്ത് കാണുന്നത് വളരെ നീണ്ട നേരം പ്രാർത്ഥിച്ചു. He went to an isolated place. ഒരു നിർജ്ജന പ്രദേശത്ത് കടന്നുപോയി. For what? എന്തിനു വേണ്ടി? To pray. പ്രാർത്ഥിക്കുവാൻ വേണ്ടി. Even in the garden of Gethsemane. ആ ഗെത്സമനെ തോട്ടത്തിലോ What did he do? എന്താണ് ചെയ്തത്? He prayed. അത് കർത്താവ് പ്രാർത്ഥിച്ചു. When his strength was going, തന്റെ ബലം ക്ഷയിച്ചു കൊണ്ടിരിക്കുമ്പോൾ what he was saying? എന്താണ് പറഞ്ഞത്? He was praying. താൻ He പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. was praying to whom? ആരോടാണ് പ്രാർത്ഥിച്ചത്? He was praying to his Father. തന്റെ പിതാവായ ദൈവത്തോട്. So when he was tempted, താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, when he was reviled, തന്നെ ശകാരിച്ചപ്പോൾ he committed to God, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് to കൊടുത്തു. God the Father, പിതാവായ ദൈവത്തിന്റെ who കരങ്ങളിൽ judges righteously. ന്യായമായി വിധിക്കുന്ന പിതാവായ ദൈവത്തിന്. Because word of God says, കാരണം ദൈവത്തിന്റെ വചനം പറയും, cast your burden upon him. നിങ്ങളുടെ ഭാരം യഹോവയുടെ മേൽ വെച്ചു He will sustain us. അവൻ നിങ്ങളെ പുലർത്തും. When we cast this, throw it to him. കർത്താവിലേക്ക് നാം എറിഞ്ഞു കൊടുക്കുമ്പോൾ, കർത്താവിന്റെ മേൽ വെച്ചു കൊടുക്കുമ്പോൾ, Jesus used that resource. യേശു കർത്താവ് റിസോഴ്സ് ഉപയോഗിച്ചു. Who committed no sin, അവൻ പാപം ചെയ്തിട്ടില്ല. nor vulgine in his mouth. അവന്റെ വായിൽ വഞ്ചനമൊന്നും He did not revile when he was reviled. ശകാരിക്കപ്പെട്ടവൾ തിരിച്ച് ശകാരിച്ചില്ല. He did not threaten when he was suffered. കഷ്ടം അനുഭവിച്ചവൾ ഭീഷണം പറഞ്ഞില്ല.
How did he do that? എങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്തത്? He relied on the resources. കാരണം യേശു കർത്താവ് ആ റിസോഴ്സിൽ Word of God. ആശ്രയിച്ചു. ദൈവത്തിന്റെ വചനം, Holy Spirit, പരിശുദ്ധാത്മാവിൽ, prayer. പ്രാർത്ഥനയിൽ. These three things are important for us. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്കും പ്രാധാന്യമുള്ളതാണ്. Then only we can follow his steps. അങ്ങനെയെങ്കിൽ മാത്രമേ കർത്താവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ കഴിയുകയുള്ളൂ. What steps? എന്ത് കാൽച്ചുവടുകൾ? What Jesus showed and did, യേശു കർത്താവ് ചെയ്തതും കാണിച്ചതും we have to follow. നമ്മൾ അതങ്ങനെ തന്നെ ചെയ്യണം. One is he suffered. ഒന്ന് കഷ്ടം അനുഭവിച്ചു. The second thing what we are reading, രണ്ടാമത്തെ കാര്യം എന്താണ് നാം he വായിച്ചുകൊണ്ടിരിക്കുന്നത്? did not commit any sin, അവൻ പാപമൊന്നും ചെയ്തിട്ടില്ല. nor was any guile in his mouth. തന്റെ വായിൽ വഞ്ചനയൊന്നും He ഉണ്ടായിരുന്നില്ല. did not revile anybody. താൻ ആരെയും ശകാരിച്ചില്ല. Isaiah chapter 53 we can see, യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. he suffered quietly, താൻ എല്ലാം വളരെ സാവധാനതയോടെ സഹിച്ചു. very silent, quiet Jesus Christ who Vale- suffered. നിശബ്ദമായി യേശു കർത്താവ് സകലവും സഹിച്ചു. He did not open his mouth. തന്റെ വായ താൻ തുറന്നില്ല. He bore everything. താൻ സകലവും തന്റെ മേൽ ഏറ്റെടുത്തു. Everything he took upon him. തന്റെ മേൽ സകലവും ഏറ്റെടുത്തു. Even though he could say, എന്തെങ്കിലും പറയുവാനുള്ള അധികാരം but he ഉണ്ടായിരുന്നു, did not say. ഒന്നും പറഞ്ഞില്ല. Even though he could do a lot of things, അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുണ്ടായിരുന്നു കേട്ടോ. he did not threaten. താൻ ഒന്നും He ഭീഷണിപ്പെടുത്തിയില്ല. did not derail anything. താൻ തന്റെ വഴിയൊന്നും He മാറ്റിയില്ല. did not change anything. ഒരു കാര്യവും മാറ്റം He വരുത്തിയില്ല. did everything for God, Then for suffering. ഇത് കഷ്ടം അനുഭവിക്കുവാൻ വേണ്ടി സകല കാര്യങ്ങൾ ചെയ്തു. Endure every temptation. എല്ലാ പരീക്ഷകളും താൻ സഹിച്ചു. So my dear brothers and sisters, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, so this is what we have to follow. ഈ കാര്യമാണ് നാം So അനുഭവിക്കുന്നത്. when we follow this, ഈ കാര്യം നാം how can we do this? എങ്ങനെയാണ് ഇത് കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നത്? Just like Jesus what he did. യേശു കർത്താവ് ചെയ്തതുപോലെ Jesus followed the same way we have to follow. യേശു കർത്താവ് എങ്ങനെയാണോ ഫോളോ ചെയ്തത് അത് തന്നെ നാമും ഫോളോ ചെയ്യണം. So now can I ask you a question? ഇപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിക്കാമോ? Can you have victory over sin? പാപത്തിന്മേൽ നമുക്ക് ജയമെടുക്കുവാൻ കഴിയുമോ? Yes. തീർച്ചയായും കഴിയും. Can you live a life without sin? പാപമില്ലാതെ ഒരു ജീവിതം നയിക്കുവാൻ കഴിയുമോ? Yes. തീർച്ചയായിട്ടും Why? കഴിയും. എന്തുകൊണ്ട്? Because Jesus lived. കാരണം യേശു കർത്താവ് അങ്ങനെ ജീവിച്ചു. He set an example for us നമുക്ക് വേണ്ടി ഒരു മാതൃക വെച്ചു. so that we will follow his steps. അത് മുഖാന്തരം ആ കാഴ്ചകൾ നമ്മൾ പിന്തുടരുവാൻ. But the resources are with us. ആ റിസോഴ്സസ് നമുക്ക് വേണ്ടിയുണ്ട്. That is why word of God says, അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, if anyone sins, ആരെങ്കിലും പാപം ചെയ്താൽ let him come to God. ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വരട്ടെ. Ask for forgiveness. താൻ പാപക്ഷമ ചോദിക്കട്ടെ. Restore yourself. യഥാസ്ഥാനത്തിലേക്ക് അവൻ തന്നെ കടന്നു വരട്ടെ. We can be free from the sin. ആ പാപത്തിൽ നിന്ന് അങ്ങനെ സ്വാതന്ത്ര്യം His പ്രാപിക്കുവാൻ കഴിയും. blood is ready to wash all our sin. നമ്മുടെ സകല പാപങ്ങളെയും കഴുകി കളയുവാൻ അവന്റെ രക്തമുണ്ട്. So we can see that the redemption of Jesus Christ, യേശു കർത്താവിന്റെ ആ റിഡംഷൻ, justification of through Jesus Christ, യേശു കർത്താവ് മുഖാന്തരമുള്ള നമ്മുടെ നീതീകരണം, and reconciliation towards God, ആ ദൈവമായിട്ടുള്ള നമ്മുടെ നിരപ്പ്, this is what we received. ഈ കാര്യമാണ് നമുക്ക് പ്രാപിച്ചത്. So when we were redeemed by the precious blood of Jesus, യേശു കർത്താവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെട്ടപ്പോൾ there is no requirement from us anything to be done. നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യങ്ങളും ആവശ്യമില്ലായിരുന്നു. When we were in sin, നമ്മൾ പാപത്തിലായിരുന്നപ്പോൾ, when we were in bondage, നമ്മൾ അടിമത്തത്തിലായിരുന്നപ്പോൾ, when we were in darkness, നമ്മൾ ഇരുട്ടിൽ അന്ധകാരത്തിലായിരുന്നപ്പോൾ he redeemed us. നമ്മളെ വീണ്ടെടുത്തു. He purchased us with his precious blood, which without any spot or blemish, he became a sacrifice. തന്റെ നിർദോഷവും നിഷ്കളവുമായ തന്റെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരെയും വിലയ്ക്ക് He വാങ്ങി. became a propitiatory sacrifice, a perfect sacrifice for us. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിനു വേണ്ടി അവനൊരു പ്രായച്ചിത്തമായി പരമയാഗമായി തീർന്നു. And that sacrifice was perfect. ആ ഒരു യാഗം അത് തികഞ്ഞതായിരുന്നു. So because of that we were redeemed. അത് മുഖാന്തരം നമ്മൾ ഓരോരുത്തരും Not വീണ്ടെടുക്കപ്പെട്ടു. because of our goodness. നമ്മുടെ നന്മ കൊണ്ടല്ല, Not because we became all right. നമ്മളെല്ലാം ശരിയായത് കൊണ്ടല്ല. We were in the deep darkness and the deep sin. നമ്മളെല്ലാവരും പാപത്തിന്റെ ആഴത്തിൽ, അന്ധകാരത്തിന്റെ ആഴത്തിലായിരുന്നു. Then what did he justified us? കർത്താവ് നമ്മളെ നീതീകരിച്ചു. Justified means what? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് നീതീകരണം? Just as if you have never sinned. ഒരിക്കലും പാപം ചെയ്യാത്തതുപോലെ നമ്മളെ നീതീകരിച്ചു. God justified us. ഈ ദൈവം നമ്മളെ നീതീകരിച്ചു. Again, there was no requirement from us. അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഒരു We കാര്യം did not do anything. നമ്മൾ ഒന്നും ചെയ്തില്ല. We did not even confess our sin. നമ്മൾ പാപം ഏറ്റു പറഞ്ഞിട്ടില്ലായിരുന്നു. We believed in the Lord Jesus Christ. യേശു കർത്താവ് വിശ്വസിച്ചു. He justified us. യേശു കർത്താവ് നമ്മളെ Just as you have never sinned. ഒരിക്കലും പാപം ചെയ്യാത്ത വിധത്തിൽ Cleaned us. നമ്മളെ ശുദ്ധീകരിച്ചു. And then third, reconciliation to God. ദൈവമായിട്ട് നമ്മളെ നിരപ്പിച്ചു. We were enemies of God. നാം ദൈവത്തിന്റെ ശത്രുക്കളായി. We were away from God. നാം ദൈവത്തിൽ We were നകന്നവരായി. separated from നാം God. ദൈവത്തിൽ നിന്ന് വേർപെട്ടു പോയവരായിരുന്നു. Thrown away from God. ദൈവത്തിൽ നിന്ന് We അകലപ്പോയവരായിരുന്നു. did not have any relation with God. ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവരായിരുന്നു. But what happened? പക്ഷെ എന്താണ് സംഭവിച്ചത്? Jesus became the
way for us so that we can be reconciled to ആ God. യേശു കർത്താവ് നമുക്കൊരു മുഖാന്തരമായി വഴിയായി തീർന്ന ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുക. So that we can be reconciled to God. അത് മുഖാന്തരം നാം ദൈവമായിട്ട് നിരപ്പുണ്ടാകുക. So when we reconcile to God, നാം ദൈവമായിട്ട് നിരപ്പ് പ്രാപിക്കുമ്പോൾ again now what happened? ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? All the restrictions and constraints are removed now. നമ്മൾ ഉണ്ടായിരുന്ന എല്ലാ റെസ്ട്രിക്ഷൻസും എല്ലാ കൺസ്ട്രെയിന്റും മാറിപ്പോയി. Now we have to do what? നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? Use the resource. നമ്മളിപ്പോൾ ആ റിസോഴ്സുകൾ The ഉപയോഗിക്കുക. cross, the provision on the cross is available. ആ to us. കാൽവരി ക്രൂശിലുള്ള ആ സകല സാധ്യതകളെയും ഉപയോഗിക്കുക. And that word reminds us, ആ വചനം നിലനിൽക്കുന്നു. child of God, ആ ദൈവത്തിന്റെ മക്കൾ turn back to Jesus. യേശു കർത്താവിലേക്ക് Child of God, ദൈവത്തിന്റെ മക്കൾ come back to Jesus. കർത്താവിലേക്ക് മടങ്ങി വരിക. When you sin, നാം പാപം ചെയ്യുമ്പോൾ rise up, അവിടെ നിന്ന് എഴുന്നേൽക്കുക. come to Him. യേശു കർത്താവിലേക്ക് കടന്നു His വരിക. blood is ever flowing. ആ കർത്താവിന്റെ രക്തം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. Holy Spirit will guide us, പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. will tell us the truth. പരിശുദ്ധാത്മാവ് സത്യം നമ്മളെ If you are ഉപദേശിക്കും. going in the wrong way, നാം തെറ്റായ പാതയിലാണ് കടന്നു you can പോകുന്നത്. hear the Holy Spirit saying, പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് this കേൾക്കും. is not the right way. ഇത് ശരിയായിട്ടുള്ള You വഴിയല്ല. know what you are doing. നീ ചെയ്യുന്നത് എന്താണ് നീ When അറിയുന്നു. you do anything, എന്തെങ്കിലും നാം കാര്യം Holy ചെയ്യണം. Spirit says it is not right. പരിശുദ്ധാത്മാവ് പറയുന്നത് ശരിയായിട്ട് കാര്യമല്ല. Don't wait for anything else. വേറൊന്നിനും നാം വേണ്ടി വെയിറ്റ് ചെയ്യരുത്. Just obey. അതിനെ അനുസരിക്കുക. Obey the Holy Spirit. പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക. If you give in for anything else, നാം എന്തിനെങ്കിലും വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, if you give in for any other thing, വേറെ എന്തിനെങ്കിലും വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ, we will lose the track. നമ്മുടെ വഴി തെറ്റി We will get derailed. നമ്മൾ വഴി മാറിപ്പോകും. Last Sunday I reminded കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ John the Baptist. യോഹന്നാൻ The സ്നാപകൻ voice told him, ആ ശബ്ദം പറഞ്ഞത് make the path straight. വഴിയൊരുക്കുക. The same voice told him, അതേ ശബ്ദം അവനോട് പറഞ്ഞത്, the one who is coming, കടന്നു വരുവാൻ പോകുന്നവൻ how the Holy Spirit will come upon him. എങ്ങനെയാണ് ആത്മാവിന്റെ മേൽ കടന്നു വരുന്നത്? He is the Messiah. അവനാണ് മശിഹ. John the Baptist, even though he knew in his own way, തന്റേതായ രീതിയിൽ യോഹന്നാൻ സ്നാപകൻ അവനെ അറിയാമായിരുന്നു കേട്ടോ. but he was obedient. അവൻ His അനുസരണമുള്ളവനായിരുന്നു. first step was humble before God. തന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന് മുൻപാകെ തന്നെ താഴ്ത്തി. He waited. അവൻ കാത്തിരുന്നു. He saw it. അവൻ കണ്ടു. He said, this is the Christ. ഇതാണ് ക്രിസ്തു. I should decrease, he should increase. ഞാൻ കുറയണം, അവൻ വളരണം. And that is how we have to do. അങ്ങനെയാണ് നാം ചെയ്യേണ്ടത്. So when we are really having all the blessings of God, നാം ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹവും നമുക്കുള്ളപ്പോ we should always obey the Holy Spirit. നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിനെ Holy അനുസരിക്കണം. Spirit will tell us പരിശുദ്ധാത്മ നമ്മളോട് പറയും what we are thinking, നമ്മൾ ചിന്തിക്കുന്നത് what എന്താണ്, we are saying. നമ്മൾ പറയുന്നത് Out എന്താണ്. of our ignorance, we may do many things. നമ്മുടെ അറിയാமல் നമ്മൾ അനേക കാര്യങ്ങൾ God is faithful. പക്ഷെ ദൈവം In വിശ്വസ്തനാണ്. our life, we can experience that. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് അനുഭവിച്ചിട്ടുണ്ട്. Many times we do so many things wrong because of our ignorance. നമ്മുടെ അറിയായ്മയിൽ അനേകം പ്രാവശ്യം തെറ്റായ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നു. Because we may overlook things. നാം അനേക കാര്യങ്ങൾ ഓവർലുക്ക് ചെയ്യുന്നു. But the Holy Spirit will remind us, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കും, saying that this is what you're thinking and what you're doing is not right. നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യമാണ്. What we have to do? നമ്മൾ എന്താണ് ആ സമയത്ത് ചെയ്യേണ്ടത്? God who has reconciled us, നമ്മൾ ദൈവത്തോട് നമ്മളെ നിരപ്പിച്ച കർത്താവ്, that same God is asking us, come back to Him. അതേ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നു, തിരിച്ചു മടങ്ങി വരിക. So the word of God tells us, reminds us. ദൈവത്തിന്റെ വചനം നമ്മളെ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. Holy Spirit drives us. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നത്. What we have to do? നാം എന്താണ് You ചെയ്യേണ്ടത്? have to obey നമ്മൾ അനുസരിക്കണം. and walk according to the Holy Spirit. ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കണം. You will not sin. നമ്മൾ പാപം ചെയ്യത്തില്ല. But when again sin tries to overcome you or put more pressure, പാപം പിന്നെയും നമ്മുടെ മേൽ സമ്മർദ്ദം ചെലുത്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ നോക്കുമ്പോൾ, how did Jesus pray? യേശു കർത്താവ് എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്? In his earthly days, he cried with vehement cries തന്റെ and tears. തന്റെ ഐഹിക കാലത്ത് And he offered supplications and prayers. തന്റെ ഐഹിക കാലത്ത് ഉറച്ച നിലവിളിയോടും യാചനകളോടും കൂടെ താൻ പ്രാർത്ഥിച്ചു. This is the prayer. ഇങ്ങനെയുള്ള പ്രാർത്ഥന. When you are enticed with something, നാം പാപത്താൽ പല കാര്യങ്ങളും when വശീകരിക്കപ്പെടുമ്പോൾ, you are falling in perpetual sins, നമ്മൾ നിരന്തരമായ പൊപ്പിച്ചുളായ സിന്നുകൾ നാം വീഴുമ്പോൾ pray. പ്രാർത്ഥിക്കുക. Pray. പ്രാർത്ഥിക്കുക. Prayer is required for me. പ്രാർത്ഥന എനിക്ക് ആവശ്യമുണ്ട്. Prayer is required for you. പ്രാർത്ഥന നിങ്ങൾക്കും ആവശ്യമുണ്ട്. Every person. എല്ലാ വ്യക്തി If ജീവിതങ്ങളും Jesus prayed, യേശു കർത്താവ് if പ്രാർത്ഥിച്ചെങ്കിൽ, Jesus prayed യേശു കർത്താവ് പ്രാർത്ഥിച്ചെങ്കിൽ, all our life, നമ്മുടെ എല്ലാവരുടെ ജീവിതവും, whether you become the top bishop in the world or the pope in the world or a pastor or anybody, ഈ ലോകത്തിൽ ഏറ്റവും ഉയർന്ന ബിഷപ്പോ പോപ്പോ ഏറ്റവും വലിയ പാസ്റ്റർ ആരായാലും, or you became the top saint, ഇല്ലെങ്കിൽ ഏറ്റവും വിശുദ്ധനായ വ്യക്തിയായി a real saint, ഒരു ഏറ്റവും not നല്ല false saint, real saint, തെറ്റായ ഒരു വിശുദ്ധനല്ല, ശരിയായിട്ടുള്ള ഒരു വിശുദ്ധൻ, yet never forget to pray. പക്ഷെ ഒരിക്കലും പ്രാർത്ഥിക്കുവാൻ മറന്നു Because പോകരുത്. prayer is the resource for us. പ്രാർത്ഥന നമുക്കുള്ളൊരു റിസോഴ്സാണ്. Because Jesus said, യേശു കർത്താവ് പറഞ്ഞു, and he showed, യേശു കർത്താവ് കാണിച്ചു തന്നു, and he lived like that. അങ്ങനെ തന്നെ യേശു കർത്താവ് Till ജീവിച്ചു. the end, അവസാനം വരെ he did not stop his prayer. ഒരിക്കലും പ്രാർത്ഥന താൻ നിർത്തിയില്ല.
He said, my God, എന്റെ പിതാവേ why have you forsaken? എന്തിനാണ് എന്നെ കൈവിട്ടത്? Eli, Eli, lama sabachthani. എലി എലി ലമാ ശബത്താനെ. God, he cried out to God. ദൈവത്തിലേക്ക് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. Then he said what? അതിനുശേഷം എന്താണ് പറഞ്ഞത്? That prayer gave him strength. പ്രാർത്ഥന തന്നെ ശക്തിപ്പെടുത്തി. The prayer revealed to him. താൻ പ്രാർത്ഥന തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തു. Prayer will reveal the will of God. ദൈവത്തിന്റെ ഹിതം പ്രാർത്ഥന നമുക്ക് വെളിപ്പെടുത്തി. Prayer will reveal the purpose of God. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഉദ്ദേശം When he മനസ്സിലാക്കി. cried out, താൻ നിലവിളിച്ചപ്പോൾ then he said, അവിടെ പറഞ്ഞു, not my will, എങ്കിലും എന്റെ ഹിതമല്ല, but your will be done. അങ്ങയുടെ ഹിതം നിറവേറണം. When he said that, take this cup away from me. ഈ ഒരു പാനപാത്രം എന്നിൽ നിന്ന് നീക്കണമേ എന്ന് പറയുമ്പോഴും, But if you will, പക്ഷെ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ, but not my will, എന്റെ ആഗ്രഹമല്ല, your will be done. അങ്ങയുടെ ആഗ്രഹം നിലനിൽക്കണം. This is the prayer. ഇതാണ് പ്രാർത്ഥന. When we pray, നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ God will strengthen us. ദൈവം നമ്മളെ ബലപ്പെടും. Maybe we are going through some trial. ഒരു പക്ഷെ നമുക്ക് ഒരു പരീക്ഷകളിലൂടെയാണ്, Maybe we are going through some pain. ഏതെങ്കിലും വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്, Maybe we are going through some confusion. അല്ലെങ്കിൽ ഏതെങ്കിലും സംശയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. Prayer. പ്രാർത്ഥിക്കുക. Prayer can remove all these പ്രാർത്ഥന things. എല്ലാ കാര്യങ്ങളും It മാറ്റും. can clear everything. നമ്മൾ എല്ലാ കാര്യങ്ങളും One വ്യക്തമാക്കും. word is enough. ഒരു വചനം മതി. One day I remember, I have told some brothers, one day I remember, many examples are there. One day I remember in a night, I was so worried, I was crying in the night. ഒരു ദിവസം വളരെ ദുഃഖത്തിനായി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. So I was very depressed about some things. ചില കാര്യങ്ങൾ ഓർത്ത് വളരെ ദുഃഖിതനായിരുന്നു. And I was crying and I was asking God, ഞാൻ what is this? കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിക്കായിരുന്നു, കർത്താവ് ഇതെന്താണ്? And that night I cried and I slept. ആ രാത്രിയിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ഉറങ്ങി. The morning, early morning, അതിരാവിലെ എഴുന്നേൽക്കുമ്പോൾ I called somebody. ഞാൻ ഒരാളെ വിളിച്ചു. And that person, the moment the phone was picked up, ഫോൺ എടുത്ത് ആ സമയം തന്നെ gave a word of God. ഒരു ദൈവത്തിന്റെ വചനം തന്നു. And that changed my entire thing. എന്റെ എല്ലാ കാര്യങ്ങളും അതിന് മാറി. All my worries went. എല്ലാ ദുഃഖങ്ങളും All മാറി. my questions went. എല്ലാ ചോദ്യങ്ങളും മാറിപ്പോയി. I was calling to talk about something. ഞാൻ വിളിച്ചത് വേറെന്തോ കാര്യം സംസാരിക്കുവാൻ വേണ്ടിയായിരുന്നു. But then the word of God completely changed. പക്ഷെ ദൈവത്തിന്റെ വചനം സകല കാര്യങ്ങളെ It can change. അത് മാറ്റുവാൻ കഴിയും. So that is why we should never go away from the resource that God has kept. അതുകൊണ്ട് ദൈവം തന്നിരിക്കുന്ന റിസോഴ്സുകളൊന്നും നാം മാറിപ്പോകരുത്. And this is how we can have a victorious Christian life. അങ്ങനെയാണ് ഒരു ജയകരമായ ക്രിസ്ത്യ ജീവിതം നമുക്ക് നയിക്കുവാൻ Yes, കഴിയുന്നത്. my dear brothers, sisters and children. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ കുഞ്ഞുങ്ങളെ, Whenever we are enticed by any temptation, ഏതെങ്കിലും പാപത്തിൻ്റെതായ പ്രലോഭനങ്ങൾ നമ്മൾ വശീകരിക്കുമ്പോൾ word of God says, ദൈവത്തിന്റെ വചനം പറയുന്നു, you can have victory over that sin. പാപത്തിന് മേൽ നിങ്ങൾക്ക് ജയമെടുക്കുവാൻ കഴിയും. Temptation is not sin. പ്രലോഭനം പാവമല്ല. Falling in temptation is sin. പ്രലോഭനത്തിൽ വീഴുന്നതാണ് പാപം. Jesus was tempted at all points. യേശു കർത്താവ് സകലത്തിലും പരീക്ഷിക്കപ്പെട്ടു. Temptation is not a sin, പാപം പരീക്ഷിക്കപ്പെടുന്നത് പാപമല്ല. but he did not sin. പക്ഷെ യേശു കർത്താവ് പാപം ചെയ്തു. Temptation will come in our life. പരീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു Because വരും. Peter says that various trials, various temptations, നാനാ പരീക്ഷകൾ, different forms will come. അത് പലവിധമായ രീതിയിൽ നമുക്ക് കടന്നു വരും. Don't sin. പക്ഷെ പാപം ചെയ്യരുത്. This is what we have to follow. ഇതാണ് നാം പിന്തുടരേണ്ടത്. Tonight, let us pray. ഈ രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാം. So our main decision tonight, ഈ രാത്രികാലം നമുക്കുള്ള പ്രധാനപ്പെട്ട തീരുമാനം, check our lives. നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്ത് നോക്കുക. It is very clear we as mere humans, വെറും സാധാരണമായ മനുഷ്യരായ നമ്മൾ ഓരോരുത്തരും we still have lies in our life. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും കള്ളങ്ങളുണ്ട്. Because Peter, to save himself from any suffering, ചില he denied Jesus. പത്രോസും തന്റെ ജീവിതത്തിൽ ചില കഷ്ടങ്ങളിൽ നിന്നൊക്കെയും രക്ഷപ്പെടുവാൻ വേണ്ടി കർത്താവിനെ തള്ളി പറഞ്ഞു. We also sometimes, to escape some suffering, നമ്മുടെ ജീവിതത്തിലും ചില കഷ്ടങ്ങളിൽ നിന്ന് നാം രക്ഷപ്പെട്ടു പോകുവാൻ വേണ്ടി we also lie. നമ്മളും കള്ളം പറയും. But Jesus never did that. പക്ഷേ യേശു കർത്താവ് ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. When he was accused and he was brought before the council and before the Pilate, he never twisted anything. തന്നെ മേൽ കുറ്റം ആരോപിക്കപ്പെട്ട് ആ പിലാത്തോസിന്റെ മുൻപാകെ കൗൺസിലിന്റെ മുൻപാകെ കടന്നു വന്നപ്പോഴും താൻ ഒരു കാര്യവും വേറെ രീതിയിൽ മാറ്റി പറഞ്ഞില്ല. But Peter might have thought that why should I unnecessarily give myself to some suffering, to get caught, or to be ridiculed by people, or to be isolated by people. He just denied. പത്രോസ് ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എന്തിനു വേണ്ടി ഞാൻ വെറുതെ ആൾക്കാരാൽ പരിഹസിക്കപ്പെടുവാനും ആൾക്കാരാൽ ഒറ്റപ്പെടുവാനും വേണ്ടി ഞാൻ എന്തുകൊണ്ട് അങ്ങനെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് അവൻ യേശു കർത്താവിനെ തള്ളി പറഞ്ഞു. We do this day in and day out for many reasons. നമ്മുടെ ജീവിതത്തിൽ അനേകം കാരണങ്ങൾ കൊണ്ട് ദിവസേന ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യാറുണ്ട്. Just because we do not want
to be ridiculed by anyone. മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെടുവാൻ നാം ഇക്കാര്യങ്ങൾ ചെയ്യാറുണ്ട്. Just because we want to escape something, ചില കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് we say so many lies. നമ്മൾ അനേകം കള്ളങ്ങൾ പറയും. Not only that, അത് മാത്രമല്ല, we always want to seek for our own glory and our interest. നമ്മളെപ്പോഴും നമ്മുടെ സ്വന്തമായ താല്പര്യങ്ങളും നമ്മുടെ സ്വന്തമായ മഹത്വവും അന്വേഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. So we try to cover up and make our own truth. നമ്മൾ നമ്മളെ തന്നെ അതിനൊക്കെ മൂടി മറച്ചുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കുവാൻ ആഗ്രഹിക്കുന്നു. We try to justify our truth. നമ്മുടെ തന്നെ സത്യത്തെ നീതീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. But tonight let us look at Jesus, ഈ രാത്രികാലം നാം യേശു കർത്താവിലേക്ക് നോക്കുക. because he has called us കാരണം യേശു കർത്താവാണ് നമ്മളെ വിളിച്ചത് for his purpose. തന്റെ ഉദ്ദേശത്തിന് വേണ്ടി. And Jesus became an example for us, യേശു കർത്താവ് നമുക്കൊരു മാതൃകയായി തീർന്നു. so that we will follow his steps. അത് മുഖാന്തരം യേശു കർത്താവിന്റെ കാൽച്ചുവടുകൾ നമ്മൾ പിന്തുടരുക. Jesus was tempted. യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടു. He had a appetite, a desire for appetite. തനിക്ക് ആ വിശപ്പിന് വേണ്ടിയുള്ള താല്പര്യം ആഗ്രഹവും ഉണ്ടായിരുന്നു. He had a desire for making choices. തീരുമാനങ്ങൾ അനേകം ചോയ്സസുകൾ എടുക്കുവാനുള്ള അപ്പിറ്റൈറ്റ് ഉണ്ടായിരുന്നു. He had a desire to be wise. ജ്ഞാനിയാകുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. He was tempted to skip the cross ആ ക്രൂശിനെ ഒഴിഞ്ഞു പോകുവാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. and yet achieve what he came for. പക്ഷെ എന്തിനു വേണ്ടിയാണോ കടന്നു വന്നത് അതിനെ താൻ നിവർത്തിച്ചു. No, he was tempted താൻ to achieve what he came for, but escaping the cross. ആ ക്രൂശിനെ ഒഴിഞ്ഞു പോകുവാൻ വേണ്ടിയിട്ടുള്ള ആ പ്രലോഭനം തന്റെ ജീവിതത്തിലും തന്റെ ജീവിതത്തിൽ കടന്നു വന്നു. But he did not. പക്ഷെ താൻ അങ്ങനെ ചെയ്തില്ല. He did not commit any sin. ഒരു പാപവും ചെയ്തില്ല. Even though the temptation ആ പ്രലോഭനം ഉണ്ടായിരുന്നപ്പോഴും looks to be easy, അത് വളരെ എളുപ്പമായിരുന്നു തോന്നിയപ്പോഴും, but he did not deviate from the truth. പക്ഷെ സത്യത്തിൽ താൻ ഒരിക്കലും വ്യതിചലിച്ചു പോയി. He did not deviate from what the Father told him. തന്റെ പിതാവ് എന്താണോ പറഞ്ഞത് അതിൽ നിന്ന് താൻ വ്യതിചലിച്ചു പോയില്ല. He gave his life. താൻ തന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു. So tonight, ഈ രാത്രികാലം we should never deviate from the purpose of God in our life. ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഒരിക്കലും വ്യതിചലിച്ചു. So can we all pray and give our lives? ഈ രാത്രികാലം പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. Lord, we do not want to skip or escape anything. കർത്താവേ, ഒന്നിൽ നിന്നും രക്ഷപ്പെട്ട് ഒഴിഞ്ഞു മാറുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. We do not want to skip anything that God has kept us for us. ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Lord, if your path is to wait, I will wait. കർത്താവേ, അങ്ങയുടെ ആ വഴി കാത്തു നിൽക്കുവാനാണെങ്കിൽ ഞാൻ കാത്തു നിൽക്കുവാൻ തയ്യാറാണ്. If your path is not to give me something, I will happily accept it. കർത്താവേ, അങ്ങയുടെ വഴി എനിക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ തരാതിരിക്കുവാൻ വേണ്ടിയാണെങ്കിൽ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. Because your ways are not my ways. കർത്താവേ, എന്റെ വഴികളല്ല അങ്ങയുടെ വഴികൾ. Your thoughts are not my thoughts. അങ്ങയുടെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ. You have a glorious purpose. കർത്താവ്, അങ്ങേക്ക് ഏറ്റവും മഹത്വകരമായ ഉദ്ദേശങ്ങളുണ്ട്. Help us, Lord, to use the resource, the Word of God, Holy Spirit, and prayer. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന റിസോഴ്സുകൾ, ദൈവവചനം, പരിശുദ്ധാത്മാവ്, പ്രാർത്ഥന, അത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. Lord, forgive us. We are trusting in our strength. കർത്താവ്, ഞങ്ങളുടേതായ ശക്തിയിൽ ആശ്രയിക്കുന്ന ഞങ്ങളോട് ക്ഷമിക്കണമേ. We are trusting in our knowledge. കർത്താവ്, ഞങ്ങളുടെ ജ്ഞാനത്തിൽ ആശ്രയിക്കുന്ന ഞങ്ങൾ ക്ഷമിക്കണമേ. The knowledge of yesterday is leading us today. കർത്താവ്, ഇന്നലകളുള്ള ആ ജ്ഞാനം ബുദ്ധി ഞങ്ങളെ നയിക്കുന്നു. Lord, we do not want to be led by that. കർത്താവ്, അതിനാൽ നയിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. We want to pray. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Tonight we pray. കർത്താവ്, ഞങ്ങൾ ഈ രാത്രികാലം പ്രാർത്ഥിക്കുന്നു. Lord, we need you. കർത്താവെ, അങ്ങേ ഞാൻ വേണം. Somehow, Lord, we are deviating from you. കർത്താവെ, അങ്ങയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഞങ്ങൾ മാറിപ്പോകുന്നു. Somehow, Lord, the church desires something else. കർത്താവെ, ദൈവസഭ വേറെന്തെങ്കിലുമൊക്കെയും എങ്ങനെയൊക്കെയോ ആഗ്രഹിക്കുന്നു. Lord, we want only you. കർത്താവെ, അങ്ങ് മാത്രമാണ് ഞങ്ങൾക്ക് We do വേണ്ടി. not want to compromise anything else, വേറൊന്നിലും കോംപ്രമൈസ് ചെയ്യുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. because that is the purpose you have called us. കർത്താവെ, അതിനുവേണ്ടിയാണ് ഞങ്ങളെ And വിളിച്ചിരിക്കുന്നത്. we will preach Christ and Christ only. കർത്താവിനെ മാത്രം പ്രസംഗിക്കാൻ, ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുവാൻ. Lord, we are not influenced by anything else വേറൊന്നിനാൽ other than you, Lord.
അങ്ങയല്ലാതെ വേറൊന്നിനാലും സാധിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. Because if we are dying with you, we suffer with you. കർത്താവെ, അങ്ങയോടുകൂടെ മരിക്കുന്നുവെങ്കിൽ അങ്ങയോടുകൂടെ ഞങ്ങൾ കഷ്ടമനുഭവിക്കുന്നു. Because you have raised up and we are also raised up in you. കർത്താവെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾ അങ്ങയിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. Lord, we are living this new life. കർത്താവെ, ഒരു പുതിയ ജീവിതം ഞങ്ങൾ നയിക്കുന്നു. No longer I who live, but Christ lives in me. കർത്താവിന് ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കണം. Whatever I consider as gain in my life, എന്റെ ജീവിതത്തിൽ ലാഭമായിരിക്കുന്നതൊക്കെ I consider as loss, O Lord. കർത്താവെ അത് നഷ്ടമെന്നുണ്ടെന്നു. Help me, Lord, help us, Lord. കർത്താവെ, എന്നെ സഹായിക്കണമേ, ഞങ്ങളെ So സഹായിക്കണം. that, Lord, we will not lose the simplicity and devotion, Lord. കർത്താവിനോടുള്ള നിർമ്മലതയും ഭക്തിയും വിട്ട് ഏകാഗ്രതയും മാറിപ്പോകാതിരിക്കുക. How the serpent deceived Eve. സർപ്പം അവയെ ഉപായത്താൽ ചതിച്ചതുപോലെ Lord, we should not be deceived. ഞങ്ങൾ കർത്താവ് ഉപായത്താൽ ചതിക്കപ്പെടാതിരിക്കുക. Oh, foolish Galatians, who has bewitched you? ആ ബുദ്ധിയിലല്ല ഗലാത്യരെ, ആരാണ് നിങ്ങളെ തിരിച്ചു കളയുന്നത്? Lord, we do not want to be deceived by anything. കർത്താവ്, വേറൊന്നിനാലും ചതിക്കപ്പെടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. Lord, we come to you. കർത്താവ്, ഞങ്ങൾ അങ്ങയിലേക്ക് കടന്നു We വരുന്നു. obey Holy Spirit. കർത്താവ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നു. Lord, we pray in your name. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Let our prayers be heard. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ. Lord, we want to follow your steps. കർത്താവെ, അങ്ങയുടെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ ഞങ്ങൾ കടന്നു വരുന്നു. Because that is what the word of God says. അതാണ് ദൈവത്തിന്റെ വചനം ഞങ്ങളോട് പറയുന്നത്. Because that is what will lead us to eternal life. കർത്താവ്, അതാണ് ഞങ്ങളെ നിത്യജീവനിലേക്ക് നടത്തുന്നത്. Lord, prepare us, mold us, and make us. Lord. കർത്താവ്, ഞങ്ങൾ ഒരുക്കണമേ, ഞങ്ങളെ മോൾഡ് ചെയ്യണമേ, ഞങ്ങളെ നടത്തണമേ. Let us pray as we pray. Manoj will pray and close the meeting. Let us all once again give our lives to Jesus and may God bless us.